ഹായ്, ഇപ്പോൾ സമയം രാത്രി 12:50. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വർക്കെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്ത് ഡ്രൈവൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഫോർട്ട് കൊച്ചി സൈഡിൽ പലരും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും കൂടുതലും പകൽ സമയത്താണ് പോകാറ്, രാത്രി വളരെ കുറഞ്ഞ ആൾക്കാരെ പോകാറുള്ളൂ. ഞങ്ങൾ പോയിട്ടുണ്ട് മുൻപ്. രാത്രി 2 മണിക്കൊക്കെ ഫോർട്ട് കൊച്ചിയും എല്ലാം ഒന്ന് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്. ആ സമയത്ത് അധികം ആൾക്കാരും ഉണ്ടാവില്ല, വണ്ടികളും ഉണ്ടാവില്ല, നല്ല സമാധാനത്തിൽ പോയി വരാം. എവിടെയും പാർക്കും ചെയ്യാം കാറ്. മെയിനായിട്ട് അതാണ് കാര്യം. പകൽ സമയത്ത് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയുടെ ഒക്കെ ഒരു നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. മേ ബി കുറച്ച് എന്താ പറയുക, പ്രൈവറ്റ് സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള സ്ട്രീറ്റുകളായിരിക്കും. വിജനമായി കിടക്കും, പട്ടികളുണ്ടാവും, വെളിച്ചം ഉണ്ടാവില്ല, അതൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് പോയി കാണാം. പിന്നെ വിഷൻസ് ആണെങ്കിലും കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അറിയാലോ. നോർമൽ മൊബൈൽ ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ലോ ലൈറ്റിലുള്ള പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഞങ്ങളങ്ങനെ മുമ്പ് പോയപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ശരി, നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ലെഫ്റ്റിൽ കാണുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഒരു നടപ്പാതയാണ്. അത്യാവശ്യം എനിക്കൊന്ന് 2 കിലോമീറ്ററിൻ്റെ അടുത്തെങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു, 2-1.5 കിലോമീറ്റർ എങ്ങാനും ഉണ്ടത്. അവിടെ മുൻപിൽ നോക്കിയാൽ നമുക്ക് വല്ലാർപാടം ടെർമിനൽ കാണാം. നല്ല ഭംഗിയുണ്ട് രാത്രി കാണാൻ, ക്രെയിനുകളും വെളിച്ചമെല്ലാമായിട്ട്. പക്ഷെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുള്ളത് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോശ്രീ പാലത്തിന് മേലെ കൂടിയാണ്. ഗോശ്രീ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ 3 പാലങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഗോശ്രീ പാലം എന്ന് പറയുന്നത്. ആക്ച്വലി കൊച്ചിയുടെ മെയിൻലാൻഡും ബാക്കി ദ്വീപുകളും, ഇപ്പോൾ ബോൾഗാട്ടി, വൈപ്പിൻ, ഇങ്ങനെയുള്ള ദ്വീപുകളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ഗതാഗതത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള പാലമാണ് ഗോശ്രീ പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും സത്യമാണ് കൊച്ചിയിലെ പ്രധാന ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് ജലഗതാഗതം തന്നെയാണ്. അപ്പം ഒരുപാട് ബോട്ട് സർവീസുകളും ഫെറി സർവീസും ഇപ്പോൾ വാട്ടർ മെട്രോ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. കാരണം നമുക്ക് കൊച്ചിയുടെ എല്ലാ മുക്കിലും മൂലയിലേക്കും നമുക്ക് ജലഗതാഗതം എത്തിക്കാൻ പറ്റും. ഇപ്പം വാട്ടർ മെട്രോ ആണെങ്കിൽ ഇപ്പം അടുത്തൊരു ഫേസ് കാക്കനാട് ഭാഗത്തേക്കൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്ടിവിറ്റി ഒന്നുകൂടെ, ഇപ്പം എല്ലാവർക്കും അറിയാലോ, ദിവസവും നമ്മുടെ ട്രാഫിക്കും വാഹനപ്പെരുപ്പും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ട്രാഫിക് കുറയ്ക്കാൻ പറ്റും ഈ ജലഗതാഗതം ഒന്ന് പ്രോപ്പറായിട്ട് ആക്റ്റീവായി കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള നടപടികൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഗോശ്രീ പാലം വന്നതിന് ശേഷം ഒരുപാട് ചരക്ക് നീക്കാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഈ ഒരു പാലം ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ ഈ റോഡിൻ്റെയൊക്കെ ഭംഗി ഇതുപോലെ രാത്രി ഡ്രൈവിന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അധികം ട്രാഫിക് ഇല്ല. ഇപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്ലൈമറ്റ്, ആ ഒരു വൃത്തിയും ആ ഒരു അപ്പിയറൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി ഹാർബർ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇതിന് താഴെ കൂടെ കപ്പലിനൊക്കെ പോകാൻ വേണ്ടി ഇത് പകുതി നമ്മൾ പൊക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നിങ്ങളൊക്കെ പല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവാം, പല വിദേശ രാജ്യങ്ങളിലൊക്കെ ബ്രിഡ്ജിൻ്റെ നടുഭാഗം ഒരു ഷിപ്പിന് പോകാനുള്ള പാകത്തിന് പൊക്കി കൊടുക്കുന്നത്. ഒരു എന്തൊക്കെയോ ഈ
മെഷീനറീസൊക്കെ യൂസ് ചെയ്തിട്ട് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പൊക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജായിരുന്നു അത്. അതിൻ്റെ സംഭവങ്ങളൊക്കെ അതാ ഇവിടെ കാണാം. ഈ കാണുന്ന 2 പില്ലറും അതിന് വേണ്ടിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ അത് ഇല്ല. പക്ഷെ അതുകൂടെ ഉണ്ടായിരുന്നു നന്നായേനെ. ഒരുപാട് പേര് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി എത്താറായി. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയാണ്, നല്ല ശക്തമായ മഴയാണ്. അപ്പം നോക്കാം, മഴയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ എല്ലാ സ്ട്രീറ്റിലൂടെയും ചുമ്മാ വണ്ടി എടുത്ത് ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ഇവിടെ ഈ റോട്ടിൽ തന്നെ ഒരു 700 മീറ്റർ മുൻപിലായിട്ടാണ് ബിഗ് ബി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഫേമസ് ആയിട്ടുള്ള ഒരു വീട്. ബിഗ് ബി സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമ അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷനും കൂടെ ഒന്ന് കാണാം. എന്നിട്ട് വീണ്ടും ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങനെ പോവാം. അതിൻ്റെ കൂടെ ഫൈനലി നമുക്ക് സിനഗോഗ് കൂടെ കാണണം. ഈ 2 ലൊക്കേഷൻ മാത്രമേ നമ്മൾ വിസിറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ ചുമ്മാ കയറി ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. മുൻപിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗാണ് ബിഗ് ബിയിലെ മമ്മൂട്ടിയുടെ വീടായിട്ടും പിന്നെ പല സിനിമകളിലും ഫോർട്ട് കൊച്ചി പശ്ചാത്തലമായിട്ടുള്ള മിക്ക സിനിമകളിലും ഈ ഒരു വീട് വരാറുണ്ട്. നമ്മളിവിടെ നിന്ന് വണ്ടി പുറത്തിറങ്ങിയിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് വാസ്കോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീടാണ് ബിഗ് ബിയിൽ മമ്മൂട്ടിയുടെയും പിന്നെ ഫോർട്ട് കൊച്ചി ബേസ് ആയിട്ട് വരുന്ന ഒട്ടുമിക്ക സിനിമയിലും ഒരു പശ്ചാത്തലമാവാറുള്ള വീട്. പക്ഷേ ഇതിൽ ഒരുപാട് പരസ്യവും കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റും പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടാക്കിയിട്ടുണ്ട്. ആ ഒരു പ്ലെയിൻ ആ ഒരു ലുക്ക് തന്നെ ആയിരുന്നു ഇതിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സിനഗോഗ് കാണാൻ പോവാം. നമ്മൾ ജ്യൂസ് സ്ട്രീറ്റിലേക്ക് എത്തി. ഇതാണ് എൻട്രൻസ്. ഒന്നും കാണാനില്ല, എവിടെയും ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. മേലെ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ ബോർഡ് കാണാം, പക്ഷേ ക്യാമറയിൽ അത് കാണുമെന്നുള്ളത് അറിയില്ല. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കുടയെടുത്ത് ഇറങ്ങി. പിന്നെ വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ സിനഗോഗിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് വലത്തോട്ടാണ് സിനഗോഗിലേക്ക് പോകേണ്ടത്. വാഹനങ്ങൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സൗന്ദര്യവൽക്കരിച്ച ഒരു പാതയൊക്കെയാണ്. നല്ല ലൈറ്റ്സും ടൈലൊക്കെ വിരിച്ചിട്ടുള്ള.
ഇതാണ് പരദേശി സിനഗോഗ്. ഈ സിനഗോഗ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് കൺട്രീസിൽ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗാണ്. ഇതിൽ തന്നെ നമുക്കൊരു വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ളൊരു ക്ലോക്ക് കാണാം. അതിലിപ്പം 3:25 സമയം കാണിക്കുന്നത്. പുലർച്ചെ 3:25 സമയം. ഇതിൻ്റെ അകത്ത് നിന്ന് കയറാൻ പറ്റില്ല. മറ്റൊരു ദിവസം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൊരു വീഡിയോ കാണാം. നമ്മൾ ഇപ്പോൾ സിനഗോഗിൻ്റെ മുമ്പിലാണ് അത്. അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല ഈ ഒരു സമയത്തൊന്നും. ഇന്ന് സാറ്റർഡേ ഒരു ഓഫാണ്. വേറൊരു ദിവസം നമുക്ക് കയറാം. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മഴ ചെറുതായിട്ട് പണി തന്നു. നല്ല ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പരമാവധി ഈ ഫോർട്ട് കൊച്ചിയുടെ എല്ലാ സ്ട്രീറ്റിലൂടെ വണ്ടി ഓടിച്ച് നോക്കി. പക്ഷേ നല്ല ക്ലിപ്സൊന്നും കിട്ടിയില്ല. മെയിനായിട്ട് നമുക്കിപ്പം 2 ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. സിനഗോഗും എടുക്കണം, പിന്നെ ബിഗ് ബിയുടെ ലൊക്കേഷനും എടുക്കണം. അത് രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് സിനഗോഗിൻ്റെ അവിടെ അകത്തേക്ക് കയറാനും പറ്റിയിട്ടില്ല. അവിടെ പുറത്ത് തന്നെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനഗോഗിൻ്റെ ബോർഡൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് വല്ലാർപാടം ടെർമിനൽ കുറച്ച് എടുക്കാൻ പറ്റി. ആ ബ്രിഡ്ജും ഗോശ്രീ പാലം നമുക്ക് എടുക്കാൻ പറ്റി. അപ്പം ബാക്കി കുറച്ച് കൊച്ചിയുടെ റോഡുകൾ, വിജനമായി കിടക്കുന്ന റോഡുകൾ എടുക്കാൻ പറ്റി. ഇത്രയൊക്കെ പറ്റിയുള്ളൂ. ഇനി മറ്റൊരു ദിവസം നമുക്ക് സിനഗോഗിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഒരു വീഡിയോയും കൂടി എടുക്കണം. ഞാനിതുവരെ സിനഗോഗിൻ്റെ അകത്ത് കയറിയില്ല. ഒരു 3-4 തവണയോളം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്നൊന്നും ഇത് ഓപ്പണിംഗ് അല്ലാത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ രാത്രിയാണ് വരാറ്. അപ്പം നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് സിനഗോഗിൻ്റെ അകത്തൂടെ കയറണം. അത്രയേ ഉള്ളൂ. ബൈ.